ഹജ്ജ് തീർത്ഥാടനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർ പാസ്പോർട്ട് നേരത്തെ നൽകണമെന്ന തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യവുമായി പ്രവാസികൾ. പാസ്പോർട്ട് നൽകാൻ ഇന്ത്യയിൽ എത്തി ദിവസങ്ങളോളം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുന്നതാണ് പ്രവാസികളെ വലയ്ക്കുന്നത്. ഓൺലൈൻ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഹജ്ജിന് പോകാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇന്ത്യൻ ഹജ്ജ് കോട്ടയിലൂടെയാണ് ഹജ്ജിനുള്ള യാത്ര സാധ്യമാകുന്നത്. ഇതിനായി അപേക്ഷ സമർപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് അപേക്ഷാ ഫീസും അതോടൊപ്പം തന്നെ പാസ്പോർട്ടും വളരെ നേരത്തെ തന്നെ സമർപ്പിക്കണം എന്നുള്ള ഈ തീരുമാനമാണ് ഇപ്പോൾ പ്രധാനമായും പ്രവാസികൾക്ക് വിലങ്ങുതടിയാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 24 മുൻപ് ഇത്തരക്കാർ പാസ്പോർട്ട് അവിടെ സമർപ്പിക്കേണ്ടതുണ്ട്. ഒരു മാസത്തിലധികം പാസ്പോർട്ട് ഹജ്ജ് മന്ത്രാലയത്തിന് കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയിൽ അവിടെ സമർപ്പിച്ച് അവിടെ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രവാസികൾ ഒരു വർഷത്തിൽ ചുരുങ്ങിയ ലീവ് മാത്രമാണ് ഓരോ പ്രവാസിക്കും ലഭിക്കുന്നത്. ആ രീതിയിലാണ് ഇവിടെയുള്ള ജോലി സംവിധാനങ്ങൾ. ഇത്തരത്തിൽ ദീർഘകാലം പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതോടുകൂടി ഇവരുടെ ജോലിയും വരുമാന മാർഗവുമാണ് ചോദ്യചിഹ്നത്തിലാകുന്നത്. കേരളത്തിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുന്നത് മെയ് മാസം 26-ാം തീയതിയാണ്. ഇത്രയും ദിവസത്തോളം പാസ്പോർട്ട് ഹജ്ജ് മിഷൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഇത് ഓരോ പ്രവാസിയെ സംബന്ധിച്ച് വളരെ പ്രയാസകരമാണ്. 3 മാസത്തോളം അവർ ജോലിയിൽ നിന്നും മറ്റും മാറി നിൽക്കാൻ നിർബന്ധിതരാവുകയാണ്. ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമുണ്ട്. നമുക്ക് അവരോട് കൂടെ ചോദിച്ചു നോക്കാം അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്. ഈ ജോലിയെ കൃത്യമായി ബാധിക്കുമോ? ഈ പോകാൻ സാധിക്കുമോ? ഇത്രയും ലീവ് കിട്ടുമോ? എങ്ങനെയാണ്? നമ്മളും ജോലിയിൽ നിന്ന് മാറി നിൽക്കുക എന്നത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരത് അനുവദിക്കാൻ സാധ്യത കുറവാണ്. തത്വത്തിൽ നമ്മൾക്ക് ഈ നറുക്കെടുപ്പിൽ ഈ ഹജ്ജ് കോട്ടയിൽ നമുക്ക് പേര് വന്നിട്ടുണ്ടെങ്കിലും അതിൽ പോകാൻ പറ്റുമോ എന്നത് ആശങ്ക നിലനിൽക്കുകയാണ്. ഓൾറെഡി നമ്മൾ ആദ്യത്തെ ഗഡുവൊക്കെ അടച്ചിട്ടുണ്ട്. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിനും പ്രവാസി വകുപ്പിനൊക്കെ കൈമാറിയതാണ്. ഞാൻ ഇവിടുത്തെ ICF-ൻ്റെ സെക്രട്ടറിയാണ്. ദുബായ് ഗൾഫ് രാജ്യത്തെ അതത് എംബസി വഴി അപേക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ഈ വിഷയത്തിന് ഏറെക്കുറെ പരിഹാരമുണ്ടാകും. 3 മാസം മുന്നേ പാസ്പോർട്ട് അല്ലെങ്കിൽ 2 മാസം മുന്നേ പാസ്പോർട്ട് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിയമവിരുദ്ധമാണ്. കാരണം ഈ പാസ്പോർട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഈ ഹജ്ജ് നമ്മുടെ ആ ഒരു ക്യാമ്പിൽ വെച്ചിട്ടാണ് ഹജ്ജ് നമുക്കിത് തിരിച്ചു കിട്ടുക. അത്രയും കാലം നേരത്തെ അയക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അപ്പോൾ ഇവിടുത്തെ അതത് എംബസി വഴി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഒരു ഏറെക്കുറെ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ യാത്രാ ഷെഡ്യൂൾ അനുസരിച്ച് പാസ്പോർട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം പ്രവാസികൾക്കെങ്കിലും ഒരുക്കി നൽകുകയോ ചെയ്യണമെന്നാണ് ഇവർ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.